നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ലിവർപൂള് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്രൈറ്റണെതിരെ വിജയിക്കുമ്പോൾ ആ കളിയിൽ 26ാമത്തെ മിനിറ്റിൽ സല ഇറങ്ങി ഒരു അസിസ്റ്റ് കൊടുത്തു, റെക്കോർഡൊക്കെ ഇട്ടു. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടിയ താരമെന്ന റെക്കോർഡ് അദ്ദേഹത്തിനാണ്. വെയിൻ റൂണിയുടെ റെക്കോർഡ് മറികടന്നു. ഇന്നലെ പക്ഷേ അദ്ദേഹം ആരാധകരോടൊക്കെ വിട പറയുന്നുണ്ടായിരുന്നു. ആ വിട പറഞ്ഞ സല ഇനി ലിവർപൂളിനായിട്ട് കളിക്കില്ലേ? ആഫ്കോണിന് പോവുകയാണ്. ആഫ്കോൺ കഴിഞ്ഞ് വന്നാൽ തിരികെ അദ്ദേഹം ലിവർപൂളിൻ്റെ ജേഴ്സിയിൽ ഉണ്ടാകുമോ, അതല്ല ജനുവരിയിൽ അദ്ദേഹം ട്രാൻസ്ഫർ ആകുമോ എന്ന ചോദ്യം ഇപ്പോൾ വരികയാണ്. അതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ് നമ്മൾ നോക്കുന്നത്. ആർനെ സ്ലോട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ദർ ഇസ് നോ ഇഷ്യൂ ടു റിസോൾവ്. ഒരു പ്രശ്നവും ഇനി പരിഹരിക്കാനില്ലല്ലോ. ഞാൻ വിചാരിക്കുന്നത് സല മാത്രമല്ല, മറ്റു ചില താരങ്ങളും ഫാൻസിന് ചുറ്റും പോയിട്ട് ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ടായിരുന്നു. മോ ഇപ്പോൾ ആഫ്കോണിന് പോകുന്നു. അദ്ദേഹം അവിടെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഇല്ലാതെ ഇപ്പോൾ ഇനി ഇവിടെ കുറച്ച് കളികൾ കളിക്കണം. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, മോ ആഫ്കോൺ കഴിഞ്ഞാൽ മടങ്ങിയെത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്. യെസ് എന്നാണ് സ്ലോട്ട് പറയുന്നത്. ഇബ്രാഹിമ കൊനാറ്റെ പറഞ്ഞത് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല മോ ലിവർപൂളിനായിട്ടുള്ള അവസാന കളി കളിച്ചു എന്ന്. അദ്ദേഹത്തിന് ഈ ക്ലബിനോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അറിയുന്നതല്ലേ. അദ്ദേഹം എല്ലാവരും സ്നേഹിക്കുന്ന ഒരു താരമാണ്. കോച്ചിനും അദ്ദേഹത്തെ ഇഷ്ടമാണ്. അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല റെസ്പെക്റ്റിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് എന്ന് കൊനാട്ടയും പറയുന്നു. പക്ഷേ വെർജിൽ വാൻ ഡൈക്ക് പറഞ്ഞ കാര്യങ്ങൾ നോക്ക്. ഞാൻ മോയോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന്. അതിനപ്പുറത്തേക്കും ഞങ്ങൾ സംസാരിച്ചു. അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നില്ല. എന്തായാലും അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടീമിലെ വൺ ഓഫ് ദി ലീഡേഴ്സാണ് അദ്ദേഹം. ബട്ട് ഇപ്പോൾ അദ്ദേഹം ആഫ്കോണിലേക്ക് പോകുന്നു. അതിനുശേഷം എന്താണ് എന്ന് നമുക്കപ്പോൾ അറിയാം. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് സല ആഫ്കോൺ കഴിഞ്ഞ് തിരിച്ചു വരുമെന്നാണ്. സീസണിൻ്റെ ബാക്കി ഭാഗത്തേക്ക് അദ്ദേഹം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിനൊരു മറ്റൊരു ഭാഗം കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഫുട്ബോളിൽ എന്താണ് അടുത്ത് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അദ്ദേഹം ഇവിടെ തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വൺ ഓഫ് മൈ ലീഡേഴ്സാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് എന്ന് വെർജിൽ വാൻ ഡൈക്ക് പറയുമ്പോൾ അതിലൊരു ഉറപ്പില്ല. സല ആഫ്കോൺ കഴിഞ്ഞ് മടങ്ങി എത്തിയേക്കില്ല എന്ന സൂചനകളും വരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.